ഹലോ മൈ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ക്ലോസിംഗ് വരാൻ പോകുന്ന ആദിത്യ ബിർള സൺ ലൈഫ് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട് എന്നൊരു ഫണ്ടിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ്. നമ്മൾ ഫ്രണ്ട്സിന് ഇന്ന് ഇത് എത്ര ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേ ഐ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ഇറ്റ് ടുഡേ. ഓക്കെ, ഗ്രോ പോലുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ വിത്തിൻ 2-3 seconds യു ക്യാൻ പർച്ചേസ് ഇറ്റ്. നിങ്ങൾക്ക് പിന്നെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. ദർ ആർ മെനി ഫീച്ചേഴ്സ് വിത്ത് ഗ്രോ ആപ്ലിക്കേഷൻസ്. എനിവേ, ഇതിൽ ഞാൻ പറയുന്നത് ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട്, ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എന്താണ് ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട് എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഫണ്ട് മാനേജർ ഹി വിൽ കളക്ട് ദ എമൗണ്ട് ഫ്രം ദ പബ്ലിക് ആൻഡ് ഹി വിൽ ബി റെസ്പോൺസിബിൾ ടു ഇൻവെസ്റ്റ് ദ മണി ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. പലപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ അത് ഡെപ്റ്റ് ഫണ്ടിൽ വരുന്നുണ്ട്, അതുപോലെ ഇക്വിറ്റിയിൽ വരുന്നുണ്ട്, അങ്ങനെ പലതും വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് കൂടുതലും. 99% നമ്മൾ ഈ ഫണ്ടുകളെ കുറിച്ചാണ് സംസാരിക്കാൻ താല്പര്യം. കാരണം നമ്മൾ ആളുകൾക്ക്, എനിക്ക് എന്ന് മാത്രമല്ല ഞാനുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള എന്നാൽ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഫണ്ടുകൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എൻ്റെ നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഐ ആം എ പേഴ്സൺ ടേക്കിംഗ് ഹ്യൂജ് റിസ്ക് ഇൻ മൈ ബിസിനസ്, സ്പെഷ്യലി വിത്ത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സോ ദ റിവാർഡ് ഈസ് വെരി ഹൈ. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇഫ് യു ടേക്ക് റിസ്ക് യു വിൽ ഗെറ്റ് റിവാർഡ്. അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇവിടെ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇൻ ജനറൽ ഫണ്ടുകൾ, ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടുകൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്നെല്ലാം നമുക്ക് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ സെക്ടറിൽ ഉള്ള കമ്പനികൾ, അതിൽ നല്ല കമ്പനികളെ തിരഞ്ഞെടുത്ത് അവർ നിക്ഷേപിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ. സോ വാട്ട് ഈസ് അബൌട്ട് ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഡിഫൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡിഫൻസുമായി, ഇന്ത്യൻ ഡിഫൻസിന് വേണ്ടി ആയുധങ്ങളും സാമഗ്രികളും അതിനുവേണ്ട കോമ്പണൻസും സപ്ലൈ ചെയ്യുന്ന ധാരാളം കമ്പനികളുണ്ട്. നിങ്ങൾക്ക് നിഫ്റ്റി 200 എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ലോട്ട് ഓഫ് കമ്പനീസ്. They are providing various services to Army, Navy, Air Force. അതുപോലെ തന്നെ നമ്മളെ മിസൈൽ ടെക്നോളജിക്ക് വേണ്ട പല ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റബ്ബർ പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദർ ആർ മെനി കമ്പനീസ് അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റംസ്. ഇവിടെ എന്തുകൊണ്ട് ഡിഫൻസ് ഇൻഡെക്സിൽ അല്ലെങ്കിൽ ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തണമെന്ന് നമ്മൾ താല്പര്യം കാണിക്കുന്നതിന് കാരണം, മറ്റേതൊരു കമ്പനിയും പലപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ലാഭത്തിനെ കുറിച്ചും നഷ്ടത്തെ കുറിച്ചും ചിന്തിച്ചു കൊണ്ടാണ് നമ്മൾ അത് നിക്ഷേപം നടത്തണമോ വേണ്ടയോ എന്ന് സംസാരിക്കാറ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഇന്ത്യൻ ഡിഫൻസ് വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ലോസ്. അതിൽ നഷ്ടം വന്നാലും എന്ത് തന്നെ സംഭവിച്ചാലും വി ഹാവ് എ ഹാബിറ്റ് ഓഫ് ഇൻവെസ്റ്റിംഗ് മോർ ആൻഡ് മോർ എവറി ഇയർ. ലാസ്റ്റ് ഇയർ ബഡ്ജറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി ഇൻക്രീസ് ദ മിലിറ്ററി ബഡ്ജറ്റ്, ഡിഫൻസ് ബഡ്ജറ്റ് അറൌണ്ട് 35%. എല്ലാ വർഷവും ഇന്ത്യൻ ഗവൺമെൻറ് വി ആർ ഇൻവെസ്റ്റിംഗ് എ ലോട്ട് ഓഫ് എമൗണ്ട് മോർ ആൻഡ് മോർ ടു ഡിഫൻസ് സെക്ടർ. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനികളിലേക്കാണ് ഈ ഫണ്ടുകൾ തിരിച്ചു വരുന്നത്. കാരണം നമുക്ക് ഡിഫൻസ് ഏരിയയിൽ നേവിക്കാവട്ടെ, ആർമിക്കാവട്ടെ, എയർഫോഴ്സിനാവട്ടെ, വി ആർ നോട്ട് ഗോയിങ് ടു യൂസ് ദ ഓൾഡ് ടെക്നോളജി ഫോർ ലോങ്ങർ പീരിയഡ്. എവറി ഇയർ വി ആർ continuously changing the defense mechanism and we are trying to find new tools to get used. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈവൻ ഫോർ മിസൈൽസ്, വെൻ ഇറ്റ് കംസ് ടു മിസൈൽസ് വി വാണ്ട് ടു ഇംപ്രൂവ് ദ ടെക്നോളജി ഇൻ ഇറ്റ്. അതുകൊണ്ട് അതുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ധാരാളം കമ്പനികൾ നമ്മുടെ കേരളത്തിൽ പോലും ഡിഫൻസുമായി പിന്നെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ധാരാളം കമ്പനികളുണ്ട്.
അപ്പോൾ ഇതിൽ ഏതാനും കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നഷ്ടത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കുന്നില്ല. ഇറ്റ് ഈസ് എ സെക്ടർ വേർ ഇന്ത്യൻ ഗവൺമെന്റ് വിൽ ഇൻവെസ്റ്റ് ഫ്രീക്വൻ്റ്ലി വിത്ത് ഹ്യൂജ് എമൗണ്ട്. ഇതാണ് അതിനെക്കുറിച്ച് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഡിഫൻസ് സെക്ടർ എന്ന് പറയുമ്പോൾ 3 ലക്ഷം കോടി മുതൽ 600 കോടി വരെ മാർക്കറ്റ് ക്യാപിറ്റൽ ധാരാളം കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അപ്പം ഞാനൊരു 7 കമ്പനികളുടെ ലിസ്റ്റ് ഞാൻ വർക്കൗട്ട് ചെയ്തപ്പോൾ അതിലൊരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എന്ന് പറയുന്നത്, HAL. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അറൗണ്ട് 3 കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ. അതേ അവസരത്തിൽ ഹൈ എനർജി ബാറ്ററീസ് ഇന്ത്യ ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ട്. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വെറും 644 കോടിയാണ്. സിംപ്ലി 600 കോടി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹൈ എനർജി ബാറ്ററീസ് എന്ന കമ്പനിയുടെ ബാറ്ററീസ് നിർമ്മിക്കപ്പെടുന്നത് തന്നെ ലോക്കൽ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിന് വേണ്ടി ആർമി, എയർഫോഴ്സ്, നേവി ഇവർക്ക് വേണ്ട ബാറ്ററികൾ വളരെ അഡ്വാൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അവർ നിർമ്മിച്ചെടുക്കുന്ന കമ്പനിയാണ് ഈ ഹൈ എനർജി ബാറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ മറ്റുള്ള കമ്പനികളാണ് ഡാറ്റ പാറ്റേൺസ്. ഈ ഡാറ്റ പാറ്റേൺസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് കോമ്പണൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. ഇവരുടെ പ്രൊഡക്ട്സ് മറ്റ് വെഹിക്കിൾസിൽ നമ്മൾ കാണുമെങ്കിലും അവരുടെ ഒരു മെയിൻ ഏരിയ ഇന്ന് ദേ ആർ സപ്ലൈങ് ടു ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റംസ്. അതുപോലെ പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ്, അതുപോലെ തന്നെ തനേജ എയറോസ്പേസ് ആൻഡ് ഏവിയേഷൻ ലിമിറ്റഡ്, സിക്ക ഇന്റർപ്ലാന്റ് സിസ്റ്റംസ്, ഇതൊക്കെ മറ്റു ചില കമ്പനികളാണ്. ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് എന്ന് പറയുന്നത് BDL നമ്മൾ സാധാരണ പറയുന്ന കമ്പനി, ഇറ്റ് ഈസ് വൺ ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ വി ആർ പ്രൊഡ്യൂസിങ് മിസൈൽസ് ഫോർ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റംസ്. സോ ഇത്തരം കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾ മറ്റുള്ള ഒരു കമ്പനിയിൽ നടത്തുമ്പോൾ അവർക്ക് കഴിഞ്ഞ വർഷം നഷ്ടമായിരുന്നു, കഴിഞ്ഞ ക്വാർട്ടറിൽ നഷ്ടമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും പിൻവാങ്ങുന്ന അവസ്ഥയുണ്ട്. ബട്ട് ദ ഗുഡ് തിങ് അബൌട്ട് ഇന്ത്യൻ ഡിഫൻസ് സെക്ടർ, യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് സച്ച് തിങ്സ്. ഇഫ് യു ഹാവ് മണി, ഗെറ്റ് ഇൻവെസ്റ്റഡ്. ഇവിടെയാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഒരു ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോകുമ്പോൾ അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ഐ സ്ട്രോങ്ലി ബിലീവ് ആൻഡ് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ദാറ്റ് me and you people we should invest in defense mutual funds. അതുപോലെ തന്നെ എൻ്റെ ഒരു ഇൻഫർമേഷൻ പ്രകാരം HDFC Index Defense Index Fund, they have produced more than 100% return within last 6 months. This is one of the case study I can provide you. And the another good company is Aditya Birla Sun Life. You know that this company, Aditya Birla Sun Life, they are one of the fast running mutual fund company, and they have provided huge returns to the investors with various products they have. So Aditya Birla Sun Life, they are introducing a mutual fund called Aditya Birla Sun Life Nifty India Defense Index Fund. ഇതിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്, if you have money, you invest as direct one-time investment, not SIP. Many people, I know that you people are doing SIP. SIP you can consider if you don't have enough money in your pocket, but if you want to participate in that event, then it is okay. Otherwise, if you have money in hand and if you have sufficient budget to get utilized, then you think of investing one-time investment. കാരണം SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും one-time ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും it has a huge difference when it comes to profit margin. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് I do investment one-time investment, always in mutual funds. I don't go behind SIP systems. So this is one thing. So ഇന്നാണ് 23 ഓഗസ്റ്റ് ആണ് അതിൻ്റെ കട്ട് ഓഫ് ഡേ. സോ ഇന്ന് രാത്രി വരെ നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന് ഈവനിങ് വരെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. സോ ഐ എം പോസ്റ്റിംഗ് ദിസ് വീഡിയോ ഫോർ മൈ ഫ്രണ്ട്സ്. ഇഫ് യു ക്യാൻ സബ്സ്ക്രൈബ് ദിസ്, കാരണം ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെയും മോട്ടിവേറ്റ് ചെയ്യുകയാണ്. യു ഓൾസോ ഗെറ്റ് ബെനിഫിറ്റ് ഓഫ് ദിസ് മ്യൂച്വൽ ഫണ്ട്.
കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് നിങ്ങൾക്ക് അധികം പേടിയൊന്നും കൂടാതെ നിങ്ങൾക്ക് നല്ല മാർജിൻ എടുക്കാവുന്ന നല്ലൊരു അവസരമാണ് ഡിഫൻസ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സാഹിത്യ ബിർള സൺ ലൈഫ് ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട്. ബട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. കാരണം നമുക്ക് ഇന്ത്യൻ ഗൈഡ് ലൈൻസ് നമുക്ക് വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ദർ ഇസ് എ ഹ്യൂജ് റിസ്ക് ഫാക്ടർ ഇൻ ഇറ്റ്. സോ ഇഫ് സംതിങ് ഗോസ് ബിയോണ്ട് അവർ കൺട്രോൾ, you will be losing your entire capital. So make sure that there is a painful area in this story, but if you are lucky enough and if we are lucky enough, we will make good amount of return in this investment, which is called Aditya Birla Sun Life India Defense Index Fund. Good luck my friends, see you again.